അടുത്തതായിട്ട് ഈ വേദിയിൽ എത്തുന്നത് ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ്. സ്പെഷ്യൽ പെർഫോമൻസുമായി വരുന്നു സുനിൽ അഞ്ചൽ. നമസ്കാരം സുനിൽ. നമസ്കാരം പറഞ്ഞ തിരിച്ച് നമസ്കാരം പറയണ്ടേ? ഓക്കെ ആണോ പറയുന്നേ? നമസ്കാരം. ഓക്കെ കൂടെ ഒന്നിച്ച്. അപ്പൊ സുനിൽ, എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ പെർഫോമൻസ്? ഞാൻ കുറെ ആർട്ടിസ്റ്റുകളുടെ ശബ്ദമാണ്. അതിൽ സാഹിത്യകാരനൊക്കെ വരും. സാഹിത്യകാരന്മാരുണ്ട്? സാഹിത്യകാരനെ വരും, ഒരാളെ ഉള്ളൂ. ഓക്കെ, ഒരു സാഹിത്യകാരനുണ്ട്. ആ ശരി, ഓക്കെ, തുടങ്ങാം നമുക്ക്. MD വാസുദേവൻ നായരുടെ. ഓക്കെ. സഹൃദയരെ, എല്ലാവർക്കും വേണ്ടി നമസ്കാരം. കഥയുടെ അന്തർലീനകളിൽ നിന്ന് നമ്മൾ ഒപ്പിയെടുത്ത കാലയവനിയക്കുള്ളിൽ മറഞ്ഞുപോയ മഹാരഥന്മാരുടെ വലിയ വലിയ കഥകൾ നാലുകെട്ടും കുളവും ആഴ്ത്തറയും ഇന്ന് ഞാൻ സ്നേഹിക്കുന്നു. സഹൃദയരെ, എല്ലാവർക്കും എൻ്റെ വന്ദനം. MD സാറിന്റെ ശബ്ദം ആദ്യമായിട്ടാണ് ഒരാൾ അനുകരിച്ച് ഞാൻ കേൾക്കുന്നത് കേട്ടോ. ഗുഡ് ജോബ്. ലാൽ ജോസിന്റെ. ഓക്കെ. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അമൃത TV-യിൽ എനിക്ക് വരാൻ സാധിച്ചതിൽ വളരെ നന്ദിയുണ്ട്. ഞാൻ പുതിയ പടത്തിൻ്റെ ഷൂട്ടിംഗ് ആയിട്ട് മൂന്നാറിൽ നിൽക്കുകയാണ്. ഒരു നടനെ ഏറുമാടത്തിൽ കയറ്റി ഇരുത്തിയിരിക്കുകയാണ്. അങ്ങനെ ആ നടനെ ഏറുമാടത്തിൽ കയറ്റിയിരിക്കുന്ന സീനാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. അതിനെനിക്ക് മികച്ച സംസ്ഥാന സർക്കാരിന് ദേശീയ അവാർഡ് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നന്ദി, നമസ്കാരം. മികച്ച സംസ്ഥാന സർക്കാരിന്റെ ദേശീയ അവാർഡ് അല്ലേ? പൊളിച്ചു. പൃഥ്വിരാജൻ. പൃഥ്വിരാജിന്റെ ശബ്ദമാണ് അടുത്തായിട്ട് അനുകരിക്കാൻ പോകുന്നത്. വല്യമ്പുറം തറവാട്ടിലെ മണ്ണോ പൊന്നോ എനിക്ക് വേണ്ട. പക്ഷെ ഞാൻ ജീവിച്ചിരിക്കുന്നെങ്കിൽ ബാപ്പാന്റെ മയ്യത്ത് കെട്ടിൽ ഒരറ്റം എന്റെ തോളിന്റെ ഭാഗത്തേക്കും. കാരണം ബാപ്പാന്ന് മൊയ്തീന്റെ ഒരാളെ വിളിച്ചിട്ടുള്ളൂ. അടുത്തത് ഗണേഷ് കുമാർ. ഗണേഷ് കുമാർ. അച്ചായോ, കർത്താവിന്റെ ക്രൂസ് മരണം ഏതാണ്ട് ഇതുപോലൊക്കെ തന്നെ ആയിരുന്നു. ആദ്യം ഒറ്റ കൊടുക്കൽ, പിന്നെ കാണിച്ചു കൊടുക്കൽ, നിന്നെ ഞാൻ പഴപ്പിക്കും, എന്നിട്ട് ഈ തുറയിലേക്ക് ഞാൻ വലിച്ചെറിയും, എന്നിട്ട് നിന്റെ ഒപ്പം ചെമ്പരത്തിനെ ഞാൻ ഈ തുറയിലിട്ട് നാറ്റിക്കും, ഒരു പട്ടിയെ നാറ്റിക്കും പോലെ. സേട്ട് നാളെ ബോംബെന്ന് ഞെത്തും, ഈനിടെ മേനോനെ നമ്മൾ കൊല്ലും. ജോലിക്കിടയിൽ പറ്റിപ്പോയ ഒരു കയ്യബദ്ധം, അത്രേ ഉള്ളൂ. ഓ, കയ്യബദ്ധത്തിനോട് ചെറിയ കല്ല് അടിച്ചു. പക്ഷെ എന്നാലും ഗണേഷ് കുമാറിന്റെ ശബ്ദം നന്നായിരുന്നു. യെസ്, ലാലു അലക്സ്. ലാലു അലക്സിന്റെ ശബ്ദമാണ് അടുത്തായിട്ട്. ഓക്കെ. അപ്പൊ ലാലു അലക്സും കമലഹാസനോട് ഒരു കോമ്പിനേഷനാണ്. അപ്പോ അതൊരു വല്ലാത്ത കോമ്പിനേഷൻ ആണല്ലോ. സമ്മതി. ലാലു അലക്സ് ഈ നരസിംഹം എന്ന് പറയുന്ന സിനിമയിൽ എന്നെ ഫർഗീസിന് പറയാൻ ലാലു അലക്സ് ആണ് ഈ ചിതി ഒഴുകുക. കമലഹാസൻ മോഹൻലാലിന് പറയാൻ തടയാൻ വരുന്ന ഒരു രംഗമാണ്. ഓക്കെ. ഭയങ്കര ക്രിയേറ്റിവിറ്റി ആയിപ്പോയി. ശരി, നമുക്ക് നോക്കാം. നിനക്കുമുണ്ടല്ലോ ജന്മം തന്ന ഒരാൾ, മരണം ഒരു നാൾ അയാൾക്കും സംഭവിക്കും. അന്ന് ഈ ആലുവ ശിവരാത്രി മണൽപ്പുറത്ത് നീ ബലിയിടാനായിരിക്കുമ്പോ ഞാനും ഉണ്ടാകും എന്റെ അച്ഛൻ്റെ ചിതാവസ്ഥം ഇതേ പുഴയിൽ ഒഴുക്കാൻ. കേട്ടോടാ മോനെ ദിനേശ്, അതിമോഹമാണ് അതിമോഹം. എൻ്റെ അച്ഛൻ്റെ ചിതകത്തുന്ന കാലം വരെ നിനക്ക് ഈ ഭൂമിയിൽ ആയുസ് ഉണ്ടാകുമെന്നുള്ള മോഹം അത് തെറ്റാണെന്ന് ബോധ്യമാകുമ്പോൾ നീ വാ. എൻ്റെ അച്ഛൻ്റെ കാൽ വിരൽ ഒന്നോ രണ്ടോ നഖം നിനക്ക് ഞാൻ വെട്ടിത്തരാം. അതുകൊണ്ട് നിനക്ക് ചന്ദനമുട്ടിയിൽ വെച്ച് കത്തിച്ച് വാശി തീർക്കാം. അടിപൊളി. വെരി ഗുഡ്, വെരി ഗുഡ്. വളരെ ഡിഫറെന്റ് ആയിട്ടുള്ളൊരു ട്രൈ ആയിരുന്നു. രാജേന്ദ്രൻ മുകേഷിന്റെ. ഓക്കെ. ഏട്ടൻ തമ്പുരാന്റെ പട്ടാഭിഷേകം നടക്കരുത്. ആദ്യം തളർത്തി, പിന്നെ വീഴ്ത്തി, ജീവനെങ്കിലും കിടന്നോട്ടെ എന്ന് കരുതിയ ഉപദ്രവിക്കാതെ വിട്ടത്. എന്നാ പിന്നെ വരട്ടെ. നന്ദി, നമസ്കാരം. സൂപ്പർ. പ്രൈം മിനിസ്റ്റർ. ഓക്കെ. എല്ലാവർക്കും അയ്യന്റെ നമസ്കാരം. നിങ്ങളുടെ എല്ലാവരും കൂടി മുഖം കാണുമ്പോൾ ഞാനൊക്കെ കോരിത്തിരിച്ചു പോവുകയാണ്. ചിറിയിൻ കീഴിലുള്ള അയ്യൻ്റെ കുട്ടിക്കാലം എനിക്ക് ഓർമ്മ വരുന്നു. തുമ്പിയെ പിടിക്കാനുള്ള പോക്കും രാത്രി സിനിമ കഴിഞ്ഞുള്ള പതിങ്ങുള്ള വരവും എല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെ. എല്ലാവരെയും കാണാൻ കഴിഞ്ഞതിൽ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. നന്ദി, നമസ്കാരം. സൂപ്പർ, സൂപ്പർ. ഉണ്ടായിരുന്നു, പക്ഷെ അത് ആലോചിച്ചെടുക്കണം. പിന്നെ ഐക്യൽ ഇങ്ങനെ കിടക്കുകയാണ് സംഭവങ്ങൾ. പല നടന്മാരെല്ലാം എല്ലാ നടന്മാരും കൂടിക്കൊഴിഞ്ഞ ഒരു എന്താണ് സിനിമ റീല് റോള്. ജനാർദ്ദൻ സാറിന്റെ പഴയ ശബ്ദം അനുകരിക്കുക. ഓക്കെ, ജനാർദ്ദൻ ചേട്ടന്റെ പഴയ ശബ്ദം. ബബ്ബൂട്ടിയോ, അതിനാടകരെ അയാൾക്ക് കിട്ടും. താൻ പോകേണ്ട ക്ലബ്ബ്, എന്റെ വീട്, അതൊക്കെ അയാൾക്ക് കൃത്യമായിട്ട് അറിയാം. കഴുത്തിൽ കൊലക്കേറ് വീട് കിടക്കുമ്പോൾ ആരെങ്കിലും ബ്ലാക്ക് മെയിൽ ചെയ്ത് പണം ഉണ്ടാക്കാൻ നോക്കൂടോ ബണ്ട. ഓക്കെ, ഗുഡ് ജോബ്. അപ്പോൾ സ്റ്റേജിലൊക്കെ പെർഫോം ചെയ്യാറുണ്ടോ? സ്റ്റേജിലൊക്കെ ഞാൻ സ്റ്റേജുകൾ വഴിയാണ് ഞാൻ കയറി വരുന്നത്. കേറി ഇപ്പൊ ഈ ഫ്ലോറിൽ വന്ന് നിൽക്കുകയാണ് അല്ലേ? സ്റ്റേജിലൊക്കെ ചെയ്യുന്നുണ്ട്. വന്ന സമയത്ത് ഇങ്ങോട്ട് കയറി വന്ന സമയത്ത് ഇത്ര കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല കേട്ടോ. കുറച്ച് സമയം ഇവിടെ നിന്ന് കഴിഞ്ഞപ്പോഴേക്കും അത്
ക്ലിയർ ആയി വരുന്നുണ്ട്. അതാ എന്റെ നേച്ചർ അതാണ്. ചില സമയത്ത് കോൺഫിഡൻസ് കൂടും, ചില സമയത്ത് കുറയും. ഒരു ഇലക്ട്രോണിക് യന്ത്രം പോലെയാണ്. ഓഹോ, ഒരു ഇലക്ട്രോണിക് വിനിച്ചേട്ടാ എന്ത് പറയുന്നു ഈ ഇലക്ട്രോണിക് യന്ത്രത്തിനോട്? ഇലക്ട്രോണിക് യന്ത്രം എന്ന് പറഞ്ഞ് ശരിയാണ്. ഇലക്ട്രോണിക് യന്ത്രം സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ പറന്ന് പണിയെടുക്കും. അതെ അതെ. വോൾട്ടേജ് കുറഞ്ഞാൽ അതിനനുസരിച്ച് പണിയെടുക്കും. അതുപോലെയാണോ ഉദ്ദേശിച്ചത്? അല്ല, വോൾട്ടേജിന്റെ ക്ഷാമമൊന്നും വരത്തില്ല. വോൾട്ടേജിന്റെ പ്രശ്നമൊന്നുമില്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല. അല്ല, കയറി വന്നപ്പോൾ വോൾട്ടേജിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു അല്ലേ? ചെറുതായിട്ടൊക്കെ. കുഴപ്പമില്ല. ഇപ്പം ഏത് പ്രസ്ഥാനത്തിൽ വർക്ക് ചെയ്യുന്നുണ്ടോ? ഞാനൊരു കടയിൽ ജീവിതമാർഗത്തിന് വേണ്ടി ഒരു കടയിൽ നിൽക്കുകയാണ്. എൻ്റെ കട തന്നെയാണ്. അതെ. അപ്പം നിങ്ങൾ ഈ പ്രോഗ്രാം ചെയ്യുന്നു എന്ന് പറഞ്ഞ പ്രോഗ്രാം ചെയ്യാൻ രാത്രി കാലങ്ങളിലൊക്കെ പോകും. പിന്നെ പകലൊക്കെ കടയിരിക്കും. രാത്രി കട കച്ചവടം ഇല്ലല്ലോ, അതുകൊണ്ട് പ്രോഗ്രാം ചെയ്യാൻ തെറ്റില്ലാതെ ശമ്പളം കിട്ടുന്നുണ്ട്. ഞാൻ ചോദിച്ചത് അതിന് ട്രൂപ്പിൽ വർക്ക് ചെയ്യുന്നുണ്ടോ? ശമ്പളം ഗ്രൂപ്പിൽ ഞാനങ്ങനെ വലുതായിട്ട് പ്രൊഫഷണൽ ആയിട്ടില്ല. പിന്നെ ഈ മാട്ട ട്രൂപ്പിലൊക്കെ സെറ്റപ്പ് ചെയ്തൊക്കെ പോകുന്ന ട്രൂപ്പിലൊക്കെ. അതേതാ ഈ മാട്ട ട്രൂപ്പ്? അല്ല, നമ്മളെ വീട്ടിലൂടെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ചിലവന്മാര് അളിയാ ഒന്ന് പാടാന്ന് പറയുമ്പോഴത്തേന് അപ്പൊ അവര് ശരി ഇടയ്ക്ക് പരിപാടിക്ക് വിളിക്കുന്ന ആളുകള് മാട്ടകള് അതാണ് അങ്ങനെയൊക്കെ അവതരിപ്പിക്കും. പിന്നെ ഈ ട്യൂട്ടോറിയുടെ ക്ലബുകളുടെ ഒക്കെ വാർഷികത്തിന് നമ്മളെ ഈ അടുത്ത് തന്നെ ഒരു ട്യൂട്ടോറിയുടെ വാർഷികത്തിന് തന്നെ വിളിച്ച് അവിടെ പരിപാടി അങ്ങനെയൊക്കെ അവതരിപ്പിച്ചു. ആണല്ലേ? അല്ല, നിങ്ങളിപ്പോ എത്ര പേര് അടങ്ങുന്ന ടീമാണ് പ്രോഗ്രാമിന് പോയിക്കൊണ്ടിരിക്കുന്നത്? എൻ്റെ കൂടെ ഒരു 2-3 പേരുണ്ട് സുഹൃത്തുക്കള്. എപ്പോഴും കാണത്തില്ല, ഈ പരിപാടി അവതരിപ്പിക്കാൻ വരും മാത്രം സുഹൃത്തുക്കൾ. അവർക്കും പരിപാടി കഴിഞ്ഞാൽ അവരൊപ്പം പൊങ്കും. അതെ, അത് കൂടുതലും പരിപാടി വിജയിക്കാറാണോ അതോ? വിജയിക്കാറുണ്ട്. വിജയിക്കാറുണ്ട്. അപ്പൊ ഇടയ്ക്കൊക്കെ അല്ല, അത് വല്ലപ്പോഴും ഏത് പട്ടാളക്കാരനും ഒരു വടിയൊക്കെ കൊള്ളുന്നതാണ്. ഏത് പട്ടാളക്കാരനും ഒരു വടിയൊക്കെ കൊള്ളുമല്ലോ. നന്നായിരുന്നു. കാരണം വെച്ചാൽ പ്രത്യേകത വെച്ചാൽ നമ്മൾ എക്സ്പീരിയൻസ് ആയിട്ട് പ്രൊഫഷണലായിട്ട് പോകുന്ന ആർട്ടിസ്റ്റുകൾ പോലും ഇപ്പം ജനാർദ്ദനൻ എന്ന് പറയുമ്പോൾ തന്നെ എന്തപ്പോട്ടെ എന്നൊക്കെ പറയാറ്. പക്ഷെ അദ്ദേഹം ചെയ്തത് നമ്മൾ ഒരു ആർട്ടിസ്റ്റിൻ്റെ കഴിവ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഗായകനോടൊരു പാട്ട് പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പാടുന്ന ആ പാട്ടാണ് അദ്ദേഹത്തിൻ്റെ സെൻസ് എന്ന് പറഞ്ഞതുപോലെയാണ് ഇദ്ദേഹം ചെയ്തത്. ഒരു സ്റ്റാർ എടുക്കാൻ പറഞ്ഞപ്പോൾ ജനാർദ്ദന ചേട്ടനെ എടുക്കാമെന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് എത്ര ഫോട്ടോ എന്ന് കേൾക്കണം. പക്ഷേ അദ്ദേഹം പറഞ്ഞത് നമ്മളെ ഏറ്റവും കൂടുതൽ മനസ്സിൽ ഇഷ്ടപ്പെട്ട് കടന്നുപോയ, കേൾക്കാൻ ആഗ്രഹിക്കുന്ന, കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സിനിമയിലെ ഏറ്റവും നല്ല ഭാഗത്തിൽ നിന്ന് എടുത്തിട്ട ഒരു ഡയലോഗാണ്. അത് ചേട്ടാ, ഞാൻ ഒബ്സർവേഷൻ ചെയ്തെന്ന് പഠിക്കുന്നതാണ്. കാരണം ഈ മിമിക്രിയിൽ വെറൈറ്റി വേണമല്ലോ എന്ന് ചോദിച്ച് ഞാൻ എല്ലാവരും ഉപയോഗിക്കാത്ത ഡയലോഗ് അതാണ്. ഒരു ആർട്ടിസ്റ്റിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റിയാണ് പുതിയതിനെ കണ്ടെത്തുക. അത് ആ കാര്യത്തിൽ നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞു. ചെയ്ത എല്ലാ ഡയലോഗും അതുപോലെ മറ്റേ ഗണേഷ് കുമാർ അതെ അതാണ് അത് പറയാനായിട്ടാണ് ഞാനിപ്പോൾ എവിടെയോ ഒരു സംഭവം കിടക്കുന്നുണ്ടല്ലോ. അദ്ദേഹത്തിൻ്റെ സ്റ്റാർ കിടന്ന് കുഴഞ്ഞ പോലെ എൻ്റെ ഉള്ളിൽ അദ്ദേഹം ചെയ്ത പെർഫെക്ഷൻ്റെ ആ ഒരു തുള്ളി കിടന്ന് കുഴയായിരുന്നു. അത് ഭയങ്കരമായിട്ടൊരു കണ്ടുപിടുത്തമായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. സൂപ്പറായിരുന്നു. ഒന്നും പറയല്ല, സൂപ്പർ. എല്ലാം പറഞ്ഞു കഴിഞ്ഞു ഇവിടെ, വിശദമായിട്ട് അടിമാലി പറഞ്ഞു കഴിഞ്ഞു. പിന്നെ എനിക്ക് വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുനിലല്ലേ, സുനിലിൻ്റെ ശബ്ദം കേട്ടപ്പോൾ ഞാനൊരു എൻ്റെ ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരൻ അരുൺ വെഞ്ഞാറമൂടിനെ ഞാൻ ഈ അവസരത്തിൽ ഓർത്തു. കാരണം കറക്റ്റ് കണ്ണടച്ചിരുന്ന അരുണ് സംസാരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. എനിക്ക് വളരെ വിഷമം ഉണ്ടാക്കി ആ ചേട്ടൻ്റെ മരണം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ആർട്ടിസ്റ്റായിരുന്നു. അതെ, സംഭാഷണ ശൈലിയും ആ സൗണ്ടും ഏകദേശം അരുണിനെ ഓർമ്മിപ്പിച്ചെന്നെ. അദ്ദേഹത്തിന് ഈ സമയം ഓർക്കാൻ നല്ലൊരു കാരണമായത് വളരെ സന്തോഷം. അടിപൊളിയായിരുന്നു കേട്ടോ, പെർഫോമൻസ് എല്ലാം അടിപൊളിയായിരുന്നു. സൂപ്പർ. ഓക്കെ, താങ്ക് യു.